ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ കറിയാണ്. നോമ്പ് സമയത്ത് പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു കിടിലൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനൊരു കുക്കറിലേക്ക് ഒരു 3/4 കിലോ ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പച്ചമുളക് ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് വേണ്ട. അത് വെന്ത് വരുമ്പോൾ ഇറച്ചിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. എന്നിട്ട് ഇതാ ഒരു പാനിലേക്ക് ഒരു 3 സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഒരു 8 വെളുത്തുള്ളി അല്ലിയും പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 8 പച്ചമുളക് ചതച്ചതാണ്. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8 പച്ചമുളക് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 തക്കാളി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് ഉടയണം കേട്ടോ, എന്നിട്ടാണ് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലവണ്ണം വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇതൊക്കെ എല്ലാം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ആ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളം എല്ലാം കൂടെ വേണ്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം തിളപ്പിച്ചെടുക്കണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തൈര് കൂടി പോകരുതേ. തൈര് കയ്യിലില്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ തൈര് ചേർത്ത് കൊടുത്താലാണ് കേട്ടോ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തൈര് കയ്യിലില്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കറിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ പുളി കൂടിപ്പോവും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വറ്റി തുടങ്ങിയാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള നല്ല തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ തേങ്ങ നല്ലവണ്ണം അരച്ച് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കുറുമ കറി. പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്